ഇന്നലെ പാടിയതുപോലെ പാടി പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കേൾപ്പേഴും താങ്ങായി നിന്നെ. നിൻ പുത്രേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്ക് കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടേയിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നവല്ലോ. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോവാത്തത്? കണ്ടുകിട്ടി കഴിയുമ്പോൾ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ അവൻ അയൽവാസികളെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി പറയുന്നു, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവിൻ, കാരണം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. ഇന്നലെ വരാത്ത ഇന്ന് ആദ്യമായിട്ട് വരുന്നവരുണ്ടെന്ന് കൈമുക്കാവും. കൊള്ളാം, ഇന്നലെ പുതിയ ആൾക്കാരാണല്ലേ, അത് കൊള്ളാം. നമ്മുടെ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ബോധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. എന്തിനാണ് നമ്മളിതുപോലെ ഒരുമിച്ച് കൂടുന്നത്, എന്താണ് നമ്മൾ ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യത്യാസത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്നലെ അതായിരുന്നു നമ്മുടെ ധ്യാന ചിന്ത. ഇന്ന് നമ്മൾ പരിശുദ്ധ കുംഭസാരത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്തിൻ്റെ ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധ കുംഭസാരം ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് ഒരു നോമ്പുകാല ചൈതന്യത്തിൽ ധ്യാനിക്കുകയാണ്. ഞാൻ പറയുന്നത് ക്ലിയറാണോ? പുറകിലെല്ലാം വ്യക്തമാണോ? അങ്ങ് പുറകിൽ വ്യക്തമാണോ? യെസ്, ഒന്ന് പറയാമോ? ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ചിരിച്ചോണ്ട് പറഞ്ഞു ഹല്ലേലൂയ. ചിരി പോരാ കേട്ടോ, ചിരി പോരാ, എന്ന് ചിരിച്ചു ഹല്ലേലൂയ. യെസ്. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വിഭൂതിയാണ് അല്ലേ? അടുത്തതിൻ്റെ പിന്നത്തെ തിങ്കളാഴ്ച കുരിശുവര പെരുന്നാൾ അല്ലേ? വിഭൂതിയാണ്. എത്ര പെട്ടെന്നാണ് വീണ്ടും ഒരു നോമ്പുകാലം എത്തിയത് അല്ലെ? ക്രിസ്മസിൻ്റെ 25 നോമ്പങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത നോമ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. വിഭൂതിക്ക് നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് ചാരം വെണ്ണീർ പൂശിയിട്ട് നമ്മൾ പറയുന്ന ഒരു തിരുവചനമുണ്ട്, ഓർമ്മയുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19 മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അപ്പം നമ്മുടെ ആയുസ്സിൻ്റെ നശ്വരതയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വീണ്ടും ഒരിക്കൽ കൂടി പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസം വരികയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മച്ചി ഈ പ്രാവശ്യം 50 നോമ്പുണ്ടാവുമോ? എല്ലാ വർഷവും എന്തിനാണ് ഇങ്ങനെ നോമ്പ്?
നമുക്കിച്ചിരി മുള്ളംകുറിച്ചിയും ഉണക്കത്തരണ്ടയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ. വീട്ടിൽ ഭയങ്കര നോമ്പാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ 11 പിള്ളേരാണ് വീട്ടിൽ, ഞാൻ 10ാമത്തെയാണ്. നോമ്പ് തുടങ്ങി പിന്നെ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഉണക്കമീനൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മച്ചി, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര മഴ വരുന്ന സമയത്ത് കളക്ടർ അവധി പ്രഖ്യാപിക്കും, റൈറ്റ് അല്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ റൂമിലിരിക്കുന്ന മാർപ്പാപ്പ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങേർക്ക് പറഞ്ഞുകൂടെ ഈ വർഷം 50 നോമ്പില്ല, ഒരു അവധി കൊടുത്തുകൂടെ? ഇതെന്തിനാണിങ്ങനെ എല്ലാ വർഷവും? നമുക്ക് വല്ലപ്പോഴും ഇച്ചിരി. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കൊച്ചി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി 4ാം ക്ലാസ് വരെ, അമ്മച്ചിക്ക് അറിയത്തില്ല എന്താണ് ഇതിന്റെ പൊരുളെന്നൊന്നും. അമ്മച്ചി ഇതിങ്ങനെ ശീലിച്ചു വരാണ്. എൻ്റെ അറിവില് പിന്നീട് തിയോളജിയൊക്കെ പഠിച്ച് സെമിനാരിയിലൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പരിശുദ്ധ കത്തോലിക്ക സഭ ഇന്ന് വരെ 50 നോമ്പ് മുടക്കിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ സഭാചരിത്രം പഠിച്ചാൽ സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസ് അന്നത്തെ മാർപ്പാപ്പയായ വിക്ടർ ഇമ്മാനുവൽ മാർപ്പാപ്പയ്ക്ക് എഴുതിയ, വിക്ടർ 1 മാർപ്പാപ്പയ്ക്ക് എഴുതിയൊരു കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലതൊക്കെ എഴുതുകയാണ്, ഇത് 2ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. അല്ലയോ പരിശുദ്ധ സിംഹാസനമേ, കർത്താവിൻ്റെ പരിശുദ്ധ പീഡാസഹനങ്ങൾ ധ്യാനിക്കുന്നതിനൊരുക്കമായി നമ്മുടെ പൂർവികർ പാലിച്ചു പോന്ന അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും 7 ആഴ്ചകളെക്കുറിച്ച് അങ്ങ് വിശ്വാസികളെ ബോധിപ്പിക്കുമല്ലോ. എന്നുവെച്ചാൽ ഹോളി വീക്കിന് വേണ്ടി ഈ 40 ദിവസം ഒരുങ്ങുന്നത് ഏത് അത്തനേഷ്യസ് പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നു വരെ പരിശുദ്ധ കത്തോലിക്ക സഭ നോമ്പ് മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങൾക്ക് ആഘോഷത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ദിവസങ്ങളെക്കാൾ കൂടുതൽ ദൈവാനുഭവവും ദൈവാനുഗ്രഹവും നൽകാൻ പറ്റും. അതാണ് കാരണം. നിങ്ങളുടെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിൽ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ദൈവത്തെ ചങ്ക് പൊട്ടി വിളിച്ചതും ദൈവാനുഭവത്തിൽ നിറഞ്ഞതും ഒക്കെ നമ്മുടെ സങ്കടത്തിൻ്റെയും ദുരിതങ്ങളുടെയും കാലത്താണ്. ഒരുപക്ഷെ ഈ ജർമ്മനിയിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ സുന്ദരമായിട്ട് ചിലപ്പം ആ OET അല്ലെങ്കിൽ B2 എക്സാമിനൊക്കെ മുമ്പ്, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിനുള്ള പ്രോസസ്സ് നടക്കുന്ന സമയത്തൊക്കെ എന്തോരം പ്രാർത്ഥിച്ചത് നമ്മൾ. അതിനുവേണ്ടി നോമ്പെടുത്തവരും ഉപവാസം എടുത്തവരും ഉടമ്പടി എടുത്തവരൊക്കെയാണ് നമ്മൾ. പുറപ്പാടിന്റെ പുസ്തകം 17ാം അധ്യായത്തിൽ അമലേക്കരോട് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ മോശ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏത് പുസ്തകമാണ്? ഏത് പുസ്തകം? പുറപ്പാട് ചാപ്റ്റർ 17. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ. കാരണം നിങ്ങൾ മറ്റ് ചിന്തകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കണത്. അതല്ലെങ്കിൽ നിങ്ങൾ പല വിചാരത്തിൽ പോകും. ഈ വചനം കേൾക്കണ സമയത്ത് പിശാച് ഇങ്ങനെ പുറകെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കില്ല. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നതിൻ്റെ ആമുഖമാണ് പറയുന്നത്. പുറപ്പാട് 17 നമ്മൾ കാണുകയാണ്, മോശ കരങ്ങൾ ഉയർത്തി നിന്നപ്പോഴെല്ലാം ജയം ഇസ്രായേൽക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ മോശ ഒരു പരിഹാരത്തിന്റെ ചൈതന്യത്തിൽ കരങ്ങൾ വിരിച്ച് മുട്ടക്കുത്തി നിൽക്കുമ്പോൾ ആ ജനം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മോശയുടെ കരങ്ങൾ താണു പോവാണ്. മടുത്തു, മസിൽ കയറുന്നു, വയ്യ, കർമ്മർക്ക് പ്രായമായി. അപ്പോ ഈ അഹറോനും ഹൂറും വന്നിട്ട് 2 കല്ലൊക്കെ ഇട്ട് ഇത് കൈ താത്തല്ലേ, മക്കള് താഴേന്ന് കയറി വന്ന് ജയിച്ചു എന്ന് പറയണത് വരെ ഈ പരിഹാരം എടുക്കാൻ പറയുകയാണ്. എനിക്ക് മലബാറിലെ ഒരു നല്ല വിശുദ്ധിയായ ഒരു അമ്മച്ചിയെ പരിചയമുണ്ട്. ഞാൻ അമ്മച്ചിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു കാരണം, അമ്മച്ചിക്ക് ഒറ്റ മോനാണ്, പക്ഷെ അവൻ പള്ളി പോവില്ല. ഞാൻ പറയുന്നൊരു 5 കൊല്ലം മുമ്പാണ് ഞാൻ ആ വീട്ടിൽ പോയി അമ്മച്ചിയെ കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് ആ വർഷത്തെ വലിയ നോമ്പിന് ഈ അമ്മ ചെയ്തൊരു പുണ്യമുണ്ട്. അമ്മ തീരുമാനിച്ചൊരു കാര്യമാണ്, ഈ 50 നോമ്പിന് ചോറിന് കറിയൊന്നും വേണ്ട, ഉപ്പ് പോലും വേണ്ട. അമ്പോസ് എൻ്റെ കൊച്ചൊന്ന് പള്ളി കയറണം. അവൻ ഇതാണ് ഈ ടിപ്പർ JCB ഓടിക്കുന്ന പരിപാടിയാണ് നാട്ടില്. വേറെ കുഴപ്പമൊന്നുമില്ല, ദൈവം അവന് ഇഷ്ടമല്ല, പള്ളി അവന് ഇഷ്ടമല്ല, വിശ്വാസം അവന് ഇഷ്ടമല്ല. അങ്ങനെ 3-4 ആഴ്ചയായി ഈ അമ്മ ഇവനൊന്നും അറിയാതെ അമ്മയുടെ ഭക്ഷണമെല്ലാം തനിച്ചാണ്. അപ്പം നേരത്തെ മരിച്ചുപോയതാണ്. ഇവൻ ഏത് നേരത്തും വീട്ടിൽ കയറി വരാം. അപ്പോൾ ഇവന് ആവശ്യമുള്ള കറിയും ഭക്ഷണവും എല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കും.
നല്ല മീനും മോരും പുളിശ്ശേരി എല്ലാം റെഡിയാക്കി വെക്കും. ഇപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവൻ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഭക്ഷണം കഴിക്കാൻ കയറി വരികയാണ്. അമ്മ കാര്യമായിട്ട് ഭക്ഷണം വിളമ്പി. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ അടുക്കളയിലേക്ക് വന്നു. അപ്പം അമ്മ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഈ കട്ടളപ്പടിയിൽ ഇരുന്നിട്ട്. ഒരു സാധു സ്ത്രീയാണ്, സാധാരണ വീട്. ഇവൻ നോക്കുമ്പോൾ അമ്മയുടെ പാത്രത്തിൽ കറിയില്ല. അവന് ദേഷ്യം വന്നു. ചോദിച്ചു, അമ്മേ പാത്രത്തിൽ കറിയൊന്നും ഇല്ലല്ലോ, എൻ്റെ പാത്രത്തിൽ 5-6 കൂട്ടം കറി ഉണ്ടല്ലോ, എന്നാൽ പിന്നെ പറഞ്ഞാൽ പറയാം അങ്ങോട്ട് തരത്തില്ല, ഇപ്പം ഇതിൻ്റെ പാവം മുഴുവൻ ഞാൻ അനുഭവിക്കണം. അങ്ങനെ ഈ പാവം പറയണം. പാവം അമ്മ ഒന്നും മിണ്ടിയില്ല. ഇപ്പം ചില മനുഷ്യർക്ക് ചോദിച്ചിട്ട് മറുപടി ഇട്ടില്ല, ദേഷ്യം കൂടും. ഇയാൾ ആ ടൈപ്പാണ്. നമ്മളങ്ങനെയല്ല, ചിലർ ചോദിച്ചിട്ട് മറുപടി ദേഷ്യം വരും. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ചോദിച്ച മറുപടി പറഞ്ഞോളൂ, ഇതെന്താ ഇങ്ങനെ? പാവം അമ്മ വാരി ചോറ് കുടഞ്ഞു. ആ പാത്രം എടുത്ത് ടേബിളിൽ വെച്ചു. കണ്ണ് നിറയാൻ തുടങ്ങി. ഇവനിങ്ങനെ കോപാക്രാന്തനായി നിൽക്കാണ്. അപ്പം അമ്മ പറഞ്ഞു, നീ പള്ളി കയറുന്ന ദിവസം വരെ എനിക്ക് ചോറിന് കൂട്ടാനൊന്നും വേണ്ടെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞായിരുന്നു. അവരൊറ്റ മറുപടിയിൽ അവൻ പള്ളി കയറി. പിറ്റേ ആഴ്ച മുതൽ അവൻ പള്ളിയിൽ പോകാൻ തുടങ്ങുന്നുള്ളതാണ്. പിന്നീട് ഈ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, സത്യത്തിൽ ഈ അനുഭവം നോക്കൊന്നും ആയില്ല, 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ കാര്യം നടന്നച്ഛ. ഇനി കുറെ കാലത്തേക്ക് ഇതൊന്നും വേണ്ട, സന്തോഷം പറഞ്ഞ് നന്ദി പറഞ്ഞ് ഞാൻ ഇനി ഭക്ഷണം കറിയില്ലാണ്ട് കഴിക്കാൻ പോകും. ഇപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇനി അതിൻ്റെ പേര് കഴിക്കാം. പക്ഷെ അമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ദിവസങ്ങൾക്ക് കൂടുതൽ ദൈവാനുഭവം പ്രദാനം ചെയ്യാൻ പറ്റും. വിശുദ്ധ ബെനഡിക്റ്റ് വലിയൊരു വിശുദ്ധനാണ്, താപസനാണ്, ഒത്തിരി പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് വിശുദ്ധ ബെനഡിക്റ്റ്. നിങ്ങൾ വിശുദ്ധ ബെനഡിക്റ്റിന്റെ പുസ്തകം വായിച്ചാൽ ബെനഡിക്റ്റിന്റെ പുസ്തകത്തിൽ എവിടെയും സന്തോഷമുള്ള ആഘോഷത്തിന്റെ അങ്ങനെ ആനന്ദത്തെക്കുറിച്ചൊന്നും പറയാറില്ല. പരിഹാരം, ത്യാഗം, താപസ ജീവിതം ഇത് പറയുന്ന ആളാണ് ആര്? വിശുദ്ധ ബെനഡിക്റ്റ്. പക്ഷേ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഒരിടത്ത് മാത്രം വിശുദ്ധ ബെനഡിക്റ്റ് സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആനന്ദത്തെക്കുറിച്ച്. അത് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് എന്താ പറയുന്നറിയോ? നോമ്പ് കാലം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും കാലമാണ്. കാരണം പറയണ ശ്രദ്ധിക്കണേ, ഈശോ മിശിഹ നിനക്ക് പ്രതിഫലം കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. 3 കാര്യത്തെക്കുറിച്ച് മാത്രമേ റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് ഈശോ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഏതാണ്? വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക ബൈബിൾ. മത്തായി സുവിശേഷം 6-1. നീ ദാനധർമ്മം നടത്തുമ്പോൾ ഇടത്ത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 6-6 നീ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലവും നൽകും. 6-16 നീ ഉപവസിക്കുമ്പോൾ വിജാതിയരെ പോലെയും പരിസരെ പോലെ ആകരുത്, മുഖമൊക്കെ കഴുകി നല്ല ഉന്മേഷത്തോടെ ആയിരിക്കും, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്ന് പറഞ്ഞാൽ നോമ്പെന്ന് പറയുന്നത് എന്താണ്? ഈ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ: പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, ദാനധർമ്മം. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് മുഴുവൻ കിട്ടിയിട്ട് നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. അതിൻ്റെ നാളാണ്, അതിൻ്റെ കാലഘട്ടമാണ് നോമ്പ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ ഈ വലിയ നോമ്പിലേക്ക് അടുത്ത ആഴ്ച പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമാണ്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരുക്കം ഒരു നല്ല കുമ്പസാരമായിരിക്കണം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപിയുടെ മാനസാന്തരമാണ്. അതായത് നോമ്പെന്ന് പറയുന്നതിൻ്റെ വേറൊരു തലം
ഈശോയുടെ പീഡാസഹനം മാത്രം പ്രമേയമാക്കി ആത്മീയതയിൽ വളരുന്ന സമയമാണ്. റൈറ്റ്? നോമ്പ് കാലത്തിൻ്റെ എല്ലാ പ്രമേയം എന്താണ്? കുരിശിൻ്റെ വഴിയാണ്, അല്ലേ? കുരിശിൻ്റെ വഴി ചൊല്ലുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹന ധ്യാനം നടത്തി ഈശോയുടെ പാടുപീടകളെ ധ്യാനിച്ച് നമ്മൾ ആ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിലേക്ക് എത്തും. അതാണ് സംഭവം. അതുകൊണ്ടാണ് വിശുദ്ധ ബെർണാഡ് പറഞ്ഞത്, ആത്മാവിൻ്റെ കറയകറ്റാനും മനസാക്ഷിയുടെ മുറിവുണക്കാനും പീഡാസഹന ധ്യാനത്തെക്കാൾ വലിയ ഔഷധമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ആരാണ് പറഞ്ഞത്? വിശുദ്ധ ബെർണാഡ്. മനസാക്ഷിയുടെ മുറിവുണക്കാനും ആത്മാവിൻ്റെ കറയകറ്റാനും പീഡാസഹന ധ്യാനത്തെക്കാൾ വലിയ ഔഷധമൊന്നുമില്ല. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈശോ ഫൗസ്റ്റീനയ്ക്ക് പറഞ്ഞു, മകളെ, എൻ്റെ വചനം നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ മുറിവുകളെ നീ ധ്യാനിക്കും. അതായത് ബൈബിളിലെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു കാര്യം നീ വിശ്വസിക്കും, എൻ്റെ മുറിവ്. എന്നിട്ട് അടുത്ത വാക്യം എന്നറിയോ? ശ്രദ്ധിക്കണേ, എൻ്റെ മർമ്മമാണേ. ശ്രദ്ധിക്കണേ. ഫൗസ്റ്റീനയുടെ ഈശോ പറയാണ്, സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നനഞ്ഞ ഒരാളാണ് നിൽക്കുന്നതെങ്കിൽ ശരീരം ഉണങ്ങും, തണുത്തൊരാളാണ് നിൽക്കുന്നതെങ്കിൽ ചൂട് കിട്ടും, ഇനി രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. റൈറ്റ് അല്ലേ? സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിന്റെ കുറവുകൾ നികത്തപ്പെടുന്നത് പോലെ എൻ്റെ പീഡാസഹന ധ്യാനത്തിൽ മുഴുകുന്ന ഒരു ആത്മാവിൻ്റെ എല്ലാ കുറവും ഞാൻ മാറ്റി. ആരാണ് പറഞ്ഞത്? ഈശോ. ആരോടാണ് പറഞ്ഞത്? ഫൗസ്റ്റീന. അപ്പോ എന്താണ് ഈ നോമ്പ്? എന്താണ് ഈ 50 ദിവസം? കുരിശിൻ്റെ വഴി. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്, ബൈബിളിൽ ഈശോയുടെ പീഡാസഹനം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന 14 ചാപ്റ്ററുകളുണ്ട്. മത്തായി സുവിശേഷം 26, 27, 28, റൈറ്റ്? മർക്കോസ് 14, 15, 16, റൈറ്റ്? ലൂക്ക 22, 23, 24, റൈറ്റ്? യോഹന്നാൻ 18, 19, 20, 21, ഏശയ്യ 53. ഈ 14 ചാപ്റ്ററുകൾ വളരെ വ്യക്തമായിട്ട് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അപ്പൊ ഈ നോമ്പുകാലത്തിലെങ്കിലും നിർബന്ധമായിട്ട് ഈ 14 ചാപ്റ്ററും വായിക്കണം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ. ഒരു ജീവനില്ല കേട്ടോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടാണ്. അങ്ങനെ അപ്പോൾ ഒന്നാമത് ഈ വലിയ പള്ളിയിൽ ഇങ്ങനെ അവിടേക്കല്ലേ നമ്മൾ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. യെസ്, നിങ്ങൾ മടുത്തെങ്കിൽ പറയാം കേട്ടോ. ക്ഷീണായോ? ഞാൻ നിർത്തുകയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷം, ഏത് ഞങ്ങൾ മടുത്തു എന്ന് അച്ഛന് മനസ്സിലായല്ലോ. ഞാൻ തുടരും. ഞാൻ അതുകൊണ്ട് ചുമ്മാ ചോദിക്കുന്നതാണ്, മടുത്തോ? യെസ്, മടുത്തില്ല. ഹല്ലേലൂയ. കാര്യം ഇന്ന് രാവിലെ ഞാനൊരു കുരിശിൻ്റെ വഴി ചൊല്ലി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മനസ്സിൽ തന്ന ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, ഈശോയുടെ പീഡാസഹനങ്ങളിലെ ഒരു 6 സീൻ, 6 രംഗങ്ങൾ. ഈ 6 രംഗങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനും പാപബോധവും പശ്ചാത്താപവും നൽകാനും വളരെ വ്യക്തമായി സഹായിക്കുന്നതാണ്. അപ്പൊ ഈ 6 രംഗങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ കുമ്പസാരമേ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ രംഗം ഞാൻ അതിലേക്ക് കയറിക്കോട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ രംഗം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഏത് സുവിശേഷമാണ്? എത്ര അധ്യായം? എത്ര വാക്യം? അത് സീൻ എന്താണെന്നറിയോ? ഈശോയുടെ വിചാരണയാണ്. അവിടെ വാക്യം എങ്ങനെയാണ്? 19. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവനെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വല്ലാതെ ക്ലേശിച്ചു എന്ന് പറഞ്ഞാൽ,
ഈ ബറാബാസിനെയും ഈശോനെയും തമ്മിൽ ഇങ്ങനെ ആരെ വിട്ടുകൊടുക്കണം എന്നുള്ള ചർച്ചകൾ വരുന്നു. ജനം മുഴുവനും ബറാബാസിന് വേണ്ടി ആക്രോശത്തോടെ സംസാരിക്കുന്നു. അടുത്തതായിട്ട് പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കാൻ പോവാണ്. പക്ഷേ ശരിക്കും ശ്രദ്ധിക്കണേ, കൈ കഴുകാൻ പോകുന്നതും വിധി പറയാൻ പോകുന്നതും പീലാത്തോസാണ്. ഉറക്കം നഷ്ടപ്പെടുന്നതും രാത്രിയിൽ പേടിച്ചു പോണതും ആരാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതായത് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ സത്യം, ഇപ്പൊ നമ്മുടെ പാപം നമ്മളിൽ തന്നെ അങ്ങ് തീരുമാനിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു. ഞാനായിട്ട് ആരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ പാപങ്ങളൊന്നും നമ്മളിൽ തന്നെ തീരുന്നില്ല എന്നുള്ളതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ മാത്രമേ അറിയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമാണേ. നമ്മൾ വേണ്ടപ്പെട്ട അല്ലേ, ചിലപ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങളിൽ ചില തിന്മയിൽ അങ്ങോട്ട് അടിഞ്ഞ് വീഴുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത്. മൊത്തം കുളമായി കിടക്കാം. അടി എവിടെ വരുന്നുണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരു പാപം അത് ഏതൊക്കെ തലത്തിലൂടെയാണ് പോണത്? ഒരു തിന്മ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ തിക്താനുഭവങ്ങൾ കയറി വരണുണ്ട്. രണ്ട്, നമ്മുടെ തലമുറയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും അത് അടിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്തിമ വിധിയിൽ ഇതിന്റെ ശിക്ഷയേക്കാൻ നമ്മൾ കൈനീട്ടണം. അപ്പൊ ഈ 3 മേഖലകളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നതുമായ തിന്മയുടെ പ്രവൃത്തികൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ധ്യാനിച്ചത്. പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അവെയറല്ല. നമുക്കിപ്പോൾ ഇതിനൊന്നും നേരമില്ല. ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിലായിരുന്നല്ലോ. ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നു. അവർ വലിയ സങ്കടത്തിലാണ്. കാരണം ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ കുടുംബത്തിൽ 3 മക്കളുണ്ട്. 3 പേർക്കും ജോലിയില്ല. ഒരാൾ 9 കൊല്ലമായിട്ട് തളർന്നു കിടക്കുന്നു. ഒരാൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല. പിശാച് മുടിച്ച് മുച്ചൂടം വാഴുന്നൊരു വീട്. അപ്പൊ ഇവരിങ്ങനെ ഒരാശ്വാസം കിട്ടാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് വന്നാണ്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കർത്താവ് ഒരു വിഷൻ കാണുക. ഞാനൊരു വിഷൻ കാണുകയാണ്. വിഷൻ ഇത്രയേ ഉള്ളൂ. ഒരു ഡോറ് വന്ന് ആഞ്ഞ അടയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഡോറ് വലിച്ചിട്ട് അത് വന്ന് വലിയ ശബ്ദത്തോടെ അങ്ങ് അടയല്ലേ. ഠോ, ക്ലിയർ ആണ്? പിന്നെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, വാതിലടച്ചിട്ട് എത്ര ജനൽ തുറന്നാലും വാതിൽ തുറന്ന പോലെ വെളിച്ചം കയറും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്കൊന്നും മനസ്സിലായോ? അപ്പൊ ചേച്ചി വിചാരിച്ചത് വാതിലടയ്ക്കാണ്ടാണ് വന്നത്. എൻ്റെ ദൈവമേ, കള്ളം വന്നോ, കോഴി കയറിയോ, എൻ്റെ പൊന്നച്ച പ്രശ്നമായോ, അതുപോയി, മൊത്തം ദുരിതം. ചേച്ചി അവിടെ കിടന്ന് കരയും. ഞാൻ എൻ്റെ പൊന്ന് ചേച്ചി, അതല്ല വിഷയം. ചേട്ടൻ എന്ത് ചെയ്യും? കുടുംബത്തിന്റെ വാതിൽ അടഞ്ഞു കിടന്നിട്ട് ചേച്ചി കിടന്ന് എന്തിനാ കരയണത്? അങ്ങേര് തുറക്കപ്പെടേണ്ടടുത്ത് അങ്ങേര് അടച്ചു വെച്ചേക്കാണ്. നമ്മളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ചേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അച്ഛൻ വാതിൽ, എന്നിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ ഒരു വിഷൻ കണ്ടിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു പ്രചോദനത്തിലാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, അങ്ങനെയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അങ്ങേര് പള്ളി കയറിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. താഴെയുണ്ട്, അതായത് എന്നെ, ഈ ചേച്ചീനെ, എന്നാ പിന്നെ നീ പോയി പ്രാർത്ഥിക്കുക, ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇയാൾ ധ്യാനകേന്ദ്രത്തിലേക്ക് ഈ ചേച്ചീനെ കൊണ്ടുവിട്ടിട്ട് അയാൾ താഴെ വണ്ടിക്കകത്ത് AC ഓണാക്കി ചാരി കിടക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുമോ? ഓ, കാര്യമൊന്നുമില്ല അച്ഛാ, വെറുതെയാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇയാളെ കണ്ടപ്പോൾ ഇയാൾ അച്ചോ എന്നൊക്കെ വെച്ച് വലിയ കപ്പട മീശയൊക്കെ ഉണ്ട്. മീശ ഊഞ്ഞാൽ കേട്ടാ, വലിയ മീശയാണേ, നല്ല സുന്ദരൻ, നല്ല പുട്ടിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടിരിക്കും. എൻ്റെ ദൈവം, ഞാൻ ഈ മനുഷ്യനെ തനിച്ചിരുന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേടാ, കുടുംബത്ത് നടക്കുന്ന അനർത്ഥങ്ങൾ മുഴുവൻ കണ്ടിട്ട് ചേട്ടന് യാതൊരു സങ്കടമില്ലേ? ഇയാളൊരു ഗൗരവമായ തിന്മയുടെ ബന്ധത്തിലാണ്.
ഭാര്യയൊന്നും അല്ല അയാൾക്ക് വിഷയം, ഗൗരവ വിഷയത്തിലാണ്. ഇയാള് 3 സഹോദരങ്ങളോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഇയാളുടെ തോന്നിയാസം, കാരണം ഇഷ്ടം പോലെ പണമുണ്ട്, പിന്നെ പറയാൻ മേല ഒരുപാട് മേഖലകളിൽ ഇയാൾ കിടക്കാണ്. അങ്ങനെ ഞാനൊരു 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് ചോദിച്ചു, കുമ്പസാരിച്ചത് ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഓർമ്മയൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞത് 15 കൊല്ലം. ഞാൻ അതിൻ്റെ ബാക്കിയിലേക്ക് പോകുന്നില്ല. ഒരുപാട് സംസാരിച്ചു. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നു. ഞാൻ ഓർക്കണം, ഞാൻ ജീവിതത്തിൽ നടത്തിയ ഒരു മണിക്കൂറിന് മേലെ എടുത്ത് കുമ്പസാരിപ്പിച്ച് പറഞ്ഞ ഇയാളാണ്. 1 മണിക്കൂറിന് മേലെ എടുത്ത് ഇയാളുടെ കുമ്പസാരം. അത്ഭുതകരമായ വ്യത്യാസം ആ വീട്ടിലുണ്ടായി. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, പാപം അതെത്ര ചെറുതാണെങ്കിലും അതെത്ര മാരകമാണെങ്കിലും ജീവിതത്തിൻ്റെ മേൽഗതിയുടെ വാതിലടഞ്ഞു. സങ്കീർത്തനം പറയുന്നില്ലേ, 38-ാം സങ്കീർത്തനത്തിൻ്റെ 4, എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ രോഗം സംഭവിച്ചു. എൻ്റെ പാപനിമിത്തം ഞാൻ രോഗിയായി, അസ്ഥികളിൽ ആരോഗ്യമില്ല. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ 51-ാം സങ്കീർത്തനം 3, എൻ്റെ പാപം എപ്പോഴും അങ്ങയുടെ കൺമുമ്പിലുണ്ടല്ലോ, അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. എന്ത് രസമായിട്ടാണ് ദാവീദ് പറയണത്. എൻ്റെ പാപം എപ്പോഴും അങ്ങയുടെ കൺമുമ്പിലുണ്ടല്ലോ, അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ തിന്മ പ്രവർത്തിച്ചു. ആകയാൽ അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. പാപം. യൂദത്തിന്റെ പുസ്തകം 5:17, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്കെല്ലാവർക്കും ഐശ്വര്യമായിരുന്നു, കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞ നല്ല വാക്യാണ്, ഇത് ശ്രദ്ധിക്കണേ. വചനം ഏതാണ്? യൂദത്ത് 5:17. ആ വാക്യം ഒന്ന് പറയാം, എല്ലാവരും പറയണേ. തങ്ങളുടെ ദൈവത്തിനെതിരായി കൊള്ളാം, ഒരു വചനമല്ലേ പറഞ്ഞ, എല്ലാവരും പറഞ്ഞ്. നിങ്ങൾ ആ വചനം ഉച്ചരിക്കുക, ദൈവവചനമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്കെല്ലാവർക്കും ഐശ്വര്യമുണ്ടായിരുന്നു. എന്തെന്നാൽ പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, പാപം ചെയ്യാതിരുന്നപ്പോ എന്തൊരു ഐശ്വര്യമാണ്, കൃപ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിരിക്കുകയാണെന്ന്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് നല്ല വൃത്തിയും വെടുപ്പുള്ളൊരു ഗ്ലാസ് വെള്ളം, ഇപ്പുറത്ത് വളരെ അഴുക്ക് പിടിച്ച ഒരു ഗ്ലാസ്. 2 ഗ്ലാസ് ഇരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഇതേതാണ്? നല്ല ഗ്ലാസ്, ഇത് അഴുക്ക് പിടിച്ച ഗ്ലാസ്സാണ്. ഞാൻ ഈ 2 ഗ്ലാസ്സിലേക്കും ശുദ്ധജലം ഒഴിക്കുകയാണ്, നല്ല വെള്ളം. നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ, നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്, ഏത് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കും? ഏത് ഗ്ലാസ്സിലെ? നല്ല ഗ്ലാസ്സിലെ. 2ലേക്കും ഒഴിച്ചത് ഒരേ വെള്ളമല്ലേ, ശുദ്ധജലമല്ലേ, പിന്നെ എന്ത് ചെയ്ത് കുടിക്കാത്ത? ഈ വെള്ളം സ്വീകരിച്ച പാത്രത്തിന് അതിൻ്റെ ക്വാളിറ്റി ഇല്ലായിരുന്നു, റൈറ്റ്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാപം ഒരു മനുഷ്യനെ ഭരിക്കുമ്പോൾ ഇവന്റെ മീതെ ദൈവം ചൊരിയുന്ന ഒരനുഗ്രഹവും പൊലിക്കുന്നില്ല, ഒരനുഗ്രഹവും വളരുന്നില്ല. ഇതിങ്ങനെ അഴുക്കായി ദൈവം അത്ഭുതകരമായി ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുകയാണ്. പാപം എത്ര ചെറുതാണ്. സാലസ് പുണ്യാണ്, ഫ്രാൻസിസ് ദ സെയിൽസ്, ഭക്തി ജീവിത പ്രവേശിക എന്ന പുസ്തകത്തിൽ മനോഹരമായിട്ട് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ഒരു പക്ഷിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാം, വേറൊരു പക്ഷിയെ പിടിച്ച് ഒരു നാട കൊണ്ട് ബന്ധിക്കാം, വേറൊരു പക്ഷിയെ പിടിച്ച് ചങ്ങലക്കിടാം. റിസൾട്ട് സെയിമാണ്. ഈ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പക്ഷിനെ എങ്ങനെയാണ്? കൂട്ടിൽ, രണ്ടാമത്തെ നൂലിക്കെട്ടി, മൂന്നാമത്തെ ചങ്ങലയിട്ടു. പക്ഷിക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നിസ്സാരമായിക്കൊള്ളട്ടെ മാരകമായിക്കൊള്ളട്ടെ, എൻ്റെ ഒന്നാമത്തെ റിസൾട്ട് ദൈവകൃപയുടെ വാതിലടയുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. നമ്മളെ കണ്ടാൽ ഒരു ഉന്മേഷമൊന്നുമില്ല, നമ്മളെ കണ്ടാൽ ഒരു സമാധാനമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ
ഒരു മനസാക്ഷി കുത്തില്ലാണ്ടെന്ന് പോവാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട നന്മ നമുക്ക് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള നന്മയാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം വാതിലടഞ്ഞു തന്നെ കിടക്കും. അതായത് ചിലപ്പോൾ മുട്ടയിൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലുന്നതിനെ കഴിഞ്ഞ് കഷ്ടപ്പാടായിരിക്കും അയലോക്കത്തെ വീട്ടിൽ പോയി, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ. ചിലപ്പോൾ 5 ദിവസം ഉപവാസം എടുക്കുന്നതിനെ കഴിഞ്ഞ് കഷ്ടപ്പാടായിരിക്കും 1 മണിക്കൂർ മൊബൈൽ ഫോൺ വേണ്ടെന്ന് നോക്കാൻ. ദൈവത്തിന് പ്രിയപ്പെട്ട നന്മ നമുക്ക് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള നന്മയാണ്. സങ്കീർത്തനം 139:23, കർത്താവെ അങ്ങനെ പരിശോധിച്ചറിയണമേ, വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കണം നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണം. എന്ത് രസമാണ് പ്രാർത്ഥന! അതൊന്ന് പറയാമോ? മനോഹരമാണ് ആ വചനം. സങ്കീർത്തനം 139:23, കർത്താവെ അങ്ങനെ പരിശോധിച്ചറിയണമേ, വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കണം നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ധ്യാനം കഴിയുകയാണ്. മത്തായി സുവിശേഷം 27:19. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു പറഞ്ഞു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്, അവനെ പ്രതി ഞാൻ സ്വപ്നത്തിൽ വല്ലാതെ ക്ലേശിച്ചു. നമ്മുടെ പാപം നമ്മുടെ മാത്രം വിഷയമല്ല. നമ്മുടെ പാപം 3 തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേൽഗതിയും തകർക്കുകയും ഒടുവിൽ നിത്യ നരകാഗ്നിയിൽ. റോമലേഖനം 6:22, പാപത്തിൻ്റെ വേതനം മരണമാണ്. സങ്കീർത്തനം 107:17, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിപ്പോയി. സുഭാഷിതം 28:13, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാകുന്നില്ല. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഒന്നാമത്തെ പീഡാസഹനത്തിലെ ഒരു സീൻ കഴിഞ്ഞു. ഇത് ക്ലിയർ ആണോ? വ്യക്തമാണോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കണം. 6 എണ്ണം തേനുള്ളതാണ്. എന്നാ ഇരിപ്പാണ്, മടുത്തുപോയോ? ഹല്ലേലൂയ. ചിരിച്ചോണ്ട് പറഞ്ഞു ഹല്ലേലൂയ. യെസ്, ആ കറക്റ്റ്, ബെല്ലടിച്ചു. രണ്ടാമത്തെ സീൻ ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വചനമാണ്. 1 മത്തായി 27:19. ഓർക്കുന്നുണ്ട് അതൊക്കെ? ആരോടാണ് ഞാൻ? ആർക്കും ഓർക്കുന്നുണ്ടോ? യെസ്. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായത്തിന് 40. അപരൻ അയാളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? നമുക്കും അവനും ഒരേ ശിക്ഷ തന്നെയല്ലേ? എന്നാൽ അയാൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സീൻ ഏതാണെന്ന് മനസ്സിലായോ? രംഗം മനസ്സിലായില്ലേ? ഈശോ കുരിശിൽ മരിക്കാൻ ഒരുങ്ങുന്നു. 2 കള്ളന്മാർ, അതിലൊരാളായ ഈശോനെ ദുഷിച്ചു പറയുമ്പോൾ ഈ നല്ല കള്ളൻ പറയുന്ന വാചകമാണ് നമ്മുടെ അടുത്ത ധ്യാന വിഷയം. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? ദൈവത്തെ പോലും ഭയമില്ലേ? പ്രിയപ്പെട്ട, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. നമ്മളിങ്ങനെ 10, 25, 35, 40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാജയം, പഴയതുപോലെ ഉണ്ടായിരുന്നൊരു ദൈവഭക്തിയും ദൈവഭയവും, ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്, ദൈവഭയം നമുക്ക് കുറഞ്ഞുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ജോബിന്റെ പുസ്തകം 15:4, അവനിൽ നിന്ന് ദൈവഭയം അറ്റുപോയിരിക്കുന്നു. വചനം ഏതാണ്? ജോബ് 15:4. ദൈവഭയം അവരിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പള്ളി പോയില്ലേലും കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങ് പോയാൽ മതി എന്നൊരു ചിന്ത എവിടെയോ നമ്മുടെ ഉള്ളിൽ കയറിപ്പോയി. നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകവും നിയമാവർത്തനമൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവം അവരോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വാഗ്ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തിൻ്റെ ദുരാചാരങ്ങളൊന്നും അനുകരിച്ചേക്കരുത്.
പകരം നിങ്ങൾ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം ഇടയ്ക്കിടയ്ക്ക് വായിക്കണേ. ഏത് പുസ്തകമാണ്? നിയമാവർത്തനം 6. അവിടെ ദൈവം പറയാണേ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ, നിന്റെ മക്കൾ സന്തതികൾ വർദ്ധിക്കാൻ, നിനക്ക് നന്മയുണ്ടാകാൻ നിന്റെ ദൈവത്തെയും നിന്റെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും മറക്കരുത്. ശരിക്കും എന്നിട്ട് ദൈവം പറയാണ്, ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞ ദേശത്ത് നീ എത്തിച്ചേരുമ്പോൾ അവിടെ 6-ാം അധ്യായത്തിൻ്റെ 10 മുതലാണ്, നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോപ്പുകളും നീ വെച്ചു പിടിപ്പിക്കാത്ത പാർപ്പിടങ്ങളും നിനക്ക് തരുമ്പോൾ. ശരിയല്ലേ? നമ്മൾ വെച്ച് വീട്ടിലല്ല നമ്മൾ ഉറങ്ങണത്, നമ്മൾ കുഴിച്ച കിണറിൻ്റെ വെള്ളമല്ല നമ്മൾ കുടിക്കണത്, നമ്മുടെ മുന്തിരിത്തോപ്പിൻ്റെ ഫലമല്ല നമ്മളതിനും എന്നുവെച്ചാൽ ഇതെല്ലാം ദൈവം തരുമെന്ന് പറയാണ്. നിന്റെ ദൈവത്തെ മറക്കരുത്. നിന്റെ ദൈവത്തിൻ്റെ വചനം. എന്നിട്ട് ഈ 6-ാം അധ്യായത്തിൽ പറയാണ്, നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ സംസാരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നിന്റെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം, ചിന്തിക്കണം. നിന്റെ മക്കളെ പറഞ്ഞത് പഠിപ്പിക്കണം, നിന്റെ കട്ടളപ്പടിയിൽ അത് എഴുതി വെക്കണം. ദൈവത്തെ മറക്കരുത്. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ ദിവസം, നിന്റെ ദൈവമായ കർത്താവ്. സങ്കീർത്തനം 73:25, കർത്താവെ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം? ഭൂമിയിൽ അങ്ങേ മാത്രമേ ഞാൻ തേടുന്നുള്ളൂ. എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും ഞാൻ അങ്ങേ ആരാധിക്കും. എന്തെന്നാൽ അങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഞാൻ നശിച്ചു പോകുമല്ലോ. വചനം അതാണ് വചനം. സങ്കീർത്തനം 73:25. കർത്താവെ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ്? എന്ന് വെച്ചാൽ ഈ ദേശത്ത് വരുമ്പോൾ നിനക്കുള്ള പിടിവള്ളി ഇവിടം വരെ നിന്നെ എത്തിച്ച ദൈവത്തിന്റെ വചനമായിരിക്കണം. ദൈവ ഭയം നഷ്ടപ്പെടരുത്. നിങ്ങൾ തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10 വായിച്ചാൽ അവിടെ ഇതിൽ വാക്യം കിടപ്പുണ്ട്. ഏതാ വചനം? മുമ്പേ പറഞ്ഞ ഏതായിരുന്നു? സങ്കീർത്തനം 73:25. ഇപ്പൊ പറഞ്ഞതാണ്. അതിന് മുമ്പ് പറഞ്ഞതായിരുന്നു നിയമാവർത്തനം 6. യെസ്, ശ്രദ്ധിക്കണേ. കാരണം ഇതുണ്ടല്ലോ, ഇതിനകത്ത് കയറിയുണ്ടല്ലോ നമ്മൾ അത്ഭുതമായിട്ട് രക്ഷപ്പെടുന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തെ അങ്ങ് ചങ്കത്ത് അള്ളിപ്പിടിക്കണം. ഇതൊക്കെ വായിക്കണം, ഇത് എഴുതി വെക്കണം, ഇത് ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. 10 പേരോട് പറയാൻ പറ്റുമെങ്കിൽ 10 പേരോട് ഇത് പറയണം. തോബിത്ത് 1:10 എന്താണെന്നറിയോ? നിനവെ നഗരത്തിൽ അടിമയായി ചെല്ലുമ്പോൾ അവർ വിജാതി ഭക്ഷണം കഴിച്ച് ദൈവത്തെ മറന്നു. എല്ലാവരും ദൈവത്തെ മറന്നു. അടുത്ത വാക്യം അറിയാം, എന്നാൽ ഞാൻ മാത്രം മറന്നില്ല. എന്തെന്നാൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അന്യദേശത്ത് വെച്ച് എല്ലാവരും പാപം ചെയ്തു, ഞാൻ മാത്രം ചെയ്തില്ല. കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അത്രമേൽ എൻ്റെ ഉള്ളിൽ സജീവമായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം, എനിക്ക് ഈ ദേശത്തെക്കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല, ഞാൻ വന്നിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷേ ഈ സമൃദ്ധിയുടെ നടുവിലെത്തിക്കഴിഞ്ഞപ്പോൾ, വളർച്ചയുടെ നെറുകയിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഇപ്പൊ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ എന്തിനാ പള്ളി, എന്തിനാ ദൈവം എന്ന് ചോദിക്കുന്ന ഒരു കൾച്ചറിലേക്കാണ് പോണത്. റൈറ്റ്? അതാണ് പള്ളികൾ ശൂന്യമാകുന്നത്. പക്ഷേ അതല്ല വേണ്ടത്, ആ ആചാരങ്ങളല്ല വേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു സങ്കടം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനധികം വന്നിട്ട് ഇവിടെ 1 വർഷം ആകുന്നേ ഉള്ളൂ. കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ വരുന്നത്. ഞാൻ കഴിഞ്ഞ മാസം ഫ്രാങ്ക്ഫർട്ടിന് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ടായ കാര്യം, ഞാൻ നോക്കുമ്പോൾ 3 ചെറുപ്പക്കാർ, ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ വളരെ ഉറക്കത്തിൽ തെറി വിളിക്കും. മലയാളത്തിലാണ് തെറി. മലയാള തെറികൾ ഇങ്ങനെ മുമ്പാണ്. എടാ, ഇത് നമ്മുടെ നാട്ടിൽ പോലും ഇതെവിടെ? ഞാൻ നോക്കുമ്പോൾ 3 നമ്മുടെ പിള്ളേര് മലയാളികൾ ബിയർ ബോട്ടിലൊക്കെ പിടിച്ച് ആഘോഷമായിട്ട് വൃത്തികേടുകളും ചീത്ത വാക്കുകളും തന്നെ സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരുത്തൻ ഛർദ്ദിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ആ ട്രെയിനകത്ത് മുഴുവൻ. എന്നാൽ പിന്നെ അവൻ ആ ടോയ്ലറ്റിൽ കയറിയിട്ട് ഛർദ്ദിച്ചൂടെ? ആ ട്രെയിനകത്തിരിക്കുന്നവരെല്ലാം മൂക്കൂത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരുത്തൻ അവനെ ടോയ്ലറ്റിലേക്ക് തള്ളിക്കൊണ്ട് പോവാണ്. എന്നിട്ട് ഈ വാതിക്കൽ, ഈ ഡോർ അടയ്ക്കാണ്ട് അവിടെയും ഛർദ്ദിക്കും. 3 ജർമ്മൻകാര് ആ ടോയ്ലറ്റിൽ ക്യൂ നിൽക്കുകയാണ് ഇവരൊന്ന് ഇറങ്ങാൻ വേണ്ടി, മൂക്കും പൊത്തി. ഞാൻ കണ്ട കാര്യം പറയാണ്.
ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ ദൈവമേ, നമ്മുടെ നല്ല പിള്ളേര് ഇതിനു വേണ്ടിയിട്ടാണോ ഈ നാട്ടിൽ വന്നത്? ഈ വളരെ വിഷമം തോന്നുന്ന കാര്യം. ഈ കഴിഞ്ഞ മാസം കുറച്ചാൾ മുമ്പ് ദൈവത്തെ മറക്കരുതേ, ദൈവഭയം നഷ്ടപ്പെട്ടു പോകരുതേ. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് കുറേയൊക്കെ, ഇനി ദൈവഭയം നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കഠിനമായ യാന്ത്രികത, നിസ്സംഗത. ഇപ്പൊ മുട്ടയിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമുക്ക് വിശ്വാസമൊന്നും ഇല്ലെന്നേ. കുരിശ് വരച്ചില്ലെങ്കിൽ നമ്മളത് ഭാരപ്പെടുത്തുന്നില്ല. ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ നമുക്കതൊരു വിഷമമാകുന്നില്ല. ബൈബിള് വായിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ജപമാല ചൊല്ലുമ്പോൾ മാതാവിന്റെ സാന്നിധ്യമൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിശക്തമായൊരു നിസ്സംഗത, അതിഭയാനകമായൊരു നിർമ്മമത, ശക്തമായൊരു യാന്ത്രികത. ജോബ് 9:11 വചനമുണ്ട്, ദൈവം കടന്നു വരുന്നു, ഞാൻ കാണുന്നില്ല, ഞാൻ അറിയുന്നില്ല. ജോബ് 6:20, വരണ്ട അരുവിയുടെ കടക്കൽ അവരുടെ മോഹങ്ങൾ കരിഞ്ഞുപോയി. വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ മോഹങ്ങൾ കൊഴിഞ്ഞുപോയി. ജോബ് 6:20. അപ്പൊ എവിടെയോ ശക്തമാകുന്നൊരു നിസ്സംഗതയും ശക്തമാകുന്നൊരു നിർമ്മമതയും ഒക്കെ നമ്മളെ കീഴടക്കാണ്. നമുക്കൊരു ദാഹം വേണ്ടേ? നമുക്കൊരു ജ്വലനം വേണ്ടേ? അപ്പൊ ഈ ദൈവഭയത്തിലും ദൈവ സാന്നിധ്യ സ്മരണയിലും നമുക്ക് വന്നുപോയൊരു മങ്ങല് നമ്മൾ പരിഹരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഞാൻ 3 രീതിയിലാണ് ഹല്ലേലൂയ പറയാൻ പറഞ്ഞത്. നിങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. 2 വചനങ്ങൾ ധ്യാനിച്ചു. പെട്ടെന്ന് സമയം പോയുള്ളൂ. ശരിക്കും നമ്മൾ 45 മിനിറ്റായി. നിൽക്കും മടുപ്പൊന്നുമില്ലേ? 2 വചനങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1 പീലാത്തോസ്, 2 നല്ല കള്ളൻ. നമ്മൾ കുരിശിന്റെ വഴിയിലെ സംഭവം എന്ന് വെച്ചാൽ പീഡാസഹനത്തിലെ കാര്യങ്ങൾ മാത്രം എടുത്താണ്. എനിക്ക് കിട്ടിയൊരു പ്രചോദനത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. നോമ്പുകാലത്തിലേക്ക് ഒരുങ്ങുന്നത് കൊണ്ട് ഈശോയുടെ പീഡാസഹനത്തിലെ 6 സീൻ ധ്യാനിച്ചിട്ട് നമ്മളൊരു പീഡാസഹന ധ്യാനം നടത്തി കുമ്പസാരിക്കും. അപ്പൊ 2 മേഖല നമ്മൾ പറഞ്ഞു. 1 നമ്മുടെ പാപത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു. 2 ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു അപകടമാണ് ദൈവഭയം നമുക്ക് നഷ്ടപ്പെടുന്നു. ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം, ഇങ്ങനെ ദൈവം നഷ്ടപ്പെട്ടാണ്ടല്ലോ ഒരു ശക്തമായിട്ടുള്ള ഒരു അഹന്ത, എന്താ പറയുക, ഒരു ധിക്കാരം കയറും നമുക്ക്. നമുക്ക് തൻ്റെ ഇടം കയറി കഴിഞ്ഞുണ്ടല്ലോ വലിയ കുഴപ്പമാണ്. അടുത്ത വചനം അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോണത്. അതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വേണമെങ്കിൽ ഒരു അപ്പസ്തോലൻ ഒന്ന് പാടിയിട്ടിരിക്കായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ആവശ്യമുണ്ടോ? ബുദ്ധിമുട്ട് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. സത്യത്തിൽ 11 ഇൻ്റർവെല്ലാണ്. 11:30 ആയാലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാലും ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ പോകുള്ളൂ. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഹല്ലേലൂയ. ഓക്കെ, അപ്പസ്തോലൻ ഒന്നുകൂടെ പാടിയാലോ? പാടാം. യെസ്, അതൊന്ന് പാടിയിട്ടിരിക്കാം. നമ്മളൊരു 40 മിനിറ്റ് ആയല്ലോ. ഇത്രയൊക്കെ പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ മൂലം 2 മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ മൂലം 2 മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.